ഭാഗം 3. വവ്വാൽ. നിന്ന നിൽപ്പിൽ നിന്ന് ഇളകാതെ ഒരു പാവക്കുട്ടിയെപ്പോലെ ലില്ലി ആ ബദാം മരച്ചോട്ടിൽ നിന്നു. അവളുടെ കണ്ണുകൾ പലവട്ടം നിറഞ്ഞു. പക്ഷേ സിസ്റ്റർ ഡൊറോത്തിയും മറ്റു പലരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൾ കരയാൻ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ സന്തോഷങ്ങളെല്ലാം അപ്പൂപ്പൻ്റെ കൂടെ പോയതുപോലെ. തനിക്ക് തിരിഞ്ഞു നോക്കണ്ട, ഈ ബോർഡിംഗ് സ്കൂൾ കാണുകയും വേണ്ട. മറ്റു കുട്ടികൾ കൗതുകത്തോടെ ചുറ്റും വന്ന് അവളെ നോക്കി നിന്നു. അവരിൽ പലരും വീട്ടുകാർ ഇവിടെയാക്കിയിട്ട് പോകുമ്പോൾ നിലത്ത് വീണുരുണ്ട് കരഞ്ഞവരാണ്. ലില്ലിയുടെ വാടിപ്പോയ മുഖം കണ്ട് അവർ കുശുകുശുത്തു. സിസ്റ്റർമാർ പലരും മാറി മാറി വന്ന് വിളിച്ചിട്ടും ലില്ലി അവിടെ തന്നെ നിന്നു. ഇല്ല, ഈ കുശുംബത്തികളായ കന്യാസ്ത്രീകളെ താൻ സ്നേഹിക്കാൻ പോകുന്നില്ല, അവൾ മനസ്സിലുറച്ചു. വരൂ മോളെ, അപ്പൂപ്പൻ പറഞ്ഞത് ഓർമ്മയില്ലേ ലില്ലിക്ക്? വരൂ. എത്ര നേരമായാണ് ഇവിടെ നിൽക്കുക? മോളുടെ മുറി കാണണ്ടേ? വരൂ ലില്ലിപ്പ, സിസ്റ്റർ ഡൊറോത്തി സ്നേഹത്തോടെ വിളിച്ചു. അപ്പൂപ്പൻ വിളിക്കുന്നത് പോലെ അവരും ലില്ലിപ്പ എന്ന് വിളിച്ചു. അത് ലില്ലിയെ അല്പം മയപ്പെടുത്തി. എന്നാലും അമർഷത്തോടെയാണ് അവൾ സിസ്റ്ററുടെ പിന്നാലെ ചെന്നത്. അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്ന കുട്ടികളെയോ കന്യാസ്ത്രീകളെയോ ശ്രദ്ധിക്കാതെ, ആരെയും ഗൗനിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് അവൾ നടന്നു. ഒന്നുമില്ലെങ്കിലും ലില്ലി കരയുന്നുണ്ടോ എന്ന് നോക്കുകയാവും അവർ. കരയരുതെന്ന് അപ്പൂപ്പൻ ലില്ലിയോട് പറഞ്ഞിട്ടുണ്ട്. കരയുന്നത് മോശമാണ്. അവർ ലില്ലിയുടെ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കെറ്റീഷ ലില്ലിയുടെ കിടക്ക വിരിക്കുകയായിരുന്നു. ലില്ലിയെ കണ്ടപ്പോൾ ഒരു മഹാറാണിയെ കണ്ടിട്ടെന്ന വണ്ണം കെറ്റീഷ ചുളുങ്ങി ഒതുങ്ങി നിന്നു. ലില്ലിയുടെ പെട്ടിയും കിടക്കയും വിരിയിലുമൊക്കെ കെറ്റീഷ വളരെ പ്രാവശ്യം തൊട്ടു നോക്കിയിരുന്നു. ബോർഡിങ്ങിലെ ഒറ്റ കുട്ടിക്കും അത്ര നല്ല ബെഡ്ഷീറ്റ് കെറ്റീഷ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കടും നീലയിൽ വെള്ളപ്പൂക്കൾ ചിതറിക്കിടക്കുന്ന സിൽക്ക് പോലത്തെ ബെഡ്ഷീറ്റ്. ലില്ലി അകത്തേക്ക് കടക്കാതെ വാതിൽക്കൽ തന്നെ നിന്നു. വാ മോളെ, സിസ്റ്റർ അവളെ അകത്തേക്ക് വിളിച്ചു. ഒരു വലിയ ഹാളിൽ ഇടയ്ക്കിടെ സ്ക്രീനുകൾ വെച്ചാണ് മുറി തിരിച്ചിരിക്കുന്നത്. സ്ക്രീനുകൾക്ക് കടും നീല നിറമായിരുന്നു. മുറിയിലെ ജനൽ തുറക്കുന്നത് കോൺവെൻറ്റിൻ്റെ മുറ്റത്തേക്കായിരുന്നു. വലതുവശത്തായിരുന്നു സ്കൂൾ കെട്ടിടം. മുറിയിൽ ഉയരം കുറഞ്ഞ ഒരു കട്ടിലും കൊച്ചു മേശയും കസേരയും ചെറിയ ടീപ്പോയും ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ തൂക്കിയിടാനുള്ള സ്റ്റാൻഡുകളും പുസ്തകങ്ങൾ വയ്ക്കാൻ ഒരു റാക്കും. കെറ്റീഷ ലില്ലിയുടെ സാധനങ്ങൾ അടുക്കി വെച്ചിരുന്നു. സിസ്റ്റർ ഡൊറോത്തി ലില്ലിയുടെ പുസ്തകങ്ങൾ റാക്കിൽ ഭംഗിയായി വെച്ചു. അവൾക്ക് സിസ്റ്ററെ ശ്രദ്ധിക്കാൻ തോന്നിയില്ല. ജനലിലൂടെ നോക്കിയാൽ ടാറിട്ട നടപ്പാതയും ഗേറ്റും ഗേറ്റിനപ്പുറം വഴിയുമൊക്കെ കാണാമായിരുന്നു. ലില്ലിയെ കുറച്ചു നേരം തനിയെ നിൽക്കാൻ അനുവദിക്കണമെന്ന് സിസ്റ്റർക്ക് തോന്നി. അവർ ശബ്ദിക്കാതെ ഹാളിൻ്റെ അറ്റത്തുള്ള സ്വന്തം മുറിയിലേക്ക് പോയി. കെറ്റീഷ ഓടിപ്പോയി തോട്ടത്തിൽ നിന്ന് പുതിയ പൂക്കൾ ഇറുത്തുകൊണ്ടുവന്ന് മേശപ്പുറത്തെ പൂപാത്രത്തിൽ ഭംഗിയായി ഒരുക്കി വെച്ചു. കെറ്റീഷയ്ക്ക് വളരെ മനോഹരമായി പൂപാത്രങ്ങൾ ഒരുക്കാൻ അറിയാം. അതവൾ എന്നും ചെയ്യുന്നതാണ്. മുകളിൽ കുട്ടികളുടെ എല്ലാ മുറികളിലും താഴെ കൊച്ചുകുട്ടികളുടെ ഹാളിലും ഊണുമുറിയിലും എല്ലാം കെറ്റീഷ പൂപാത്രങ്ങൾ ഒരുക്കി വെക്കാറുണ്ട്. എന്തിന്? ചിലപ്പോൾ ചാപ്പലിലേക്ക് പോലും അവൾ പൂപാത്രം ഒരുക്കിയിട്ടുണ്ട്. പൂക്കൾ അടുക്കി വെക്കുന്നതിനിടയ്ക്ക് കെറ്റീഷ ലില്ലിയെ ഇമ വെട്ടാതെ നോക്കി. ഒരു പുതിയ പണക്കാരി കുട്ടിയും കൂടി. പക്ഷേ മറ്റു കുട്ടികളിലൊന്നും കെറ്റീഷ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ലില്ലിയുടെ മുഖത്ത് അവൾ കണ്ടു. ലില്ലി താൻ പൂക്കൾ ഒരുക്കുന്നത് ശ്രദ്ധിക്കുമെന്നാണ് കെറ്റീഷ വിചാരിച്ചത്. പക്ഷേ ലില്ലി തിരിഞ്ഞു നോക്കിയതേയില്ല. താഴെ കോൺവെൻറ്റിൽ മുറ്റവും ഗേറ്റും ടാറിട്ട നടവഴിയും നോക്കി നിന്നു അവൾ. ആ വഴിയിലൂടെ തെല്ലും മുമ്പേ തൻ്റെ അപ്പൂപ്പൻ കാർ ഓടിച്ചു പോയി. അവൾ വിങ്ങിപ്പൊട്ടി. ഇപ്പോൾ അപ്പൂപ്പൻ വീട്ടിലേക്ക് കാർ ഓടിച്ചു പോവുകയാവും. വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൂപ്പന് സങ്കടം വരില്ലേ? ലില്ലി ഇല്ലാതെ അപ്പൂപ്പന് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? കഷ്ടം തന്നെ. അപ്പൂപ്പൻ പുറത്തു പോയിട്ട് വരുമ്പോൾ ഓടിച്ചെന്ന് വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങി കുത്തിപ്പിടിച്ച് നടക്കാറുള്ളത് ലില്ലിയായിരുന്നു. അപ്പൂപ്പൻ്റെ പൈപ്പ് കടിച്ചു പിടിച്ച് അപ്പൂപ്പൻ്റെ കമ്പിളി ജാക്കറ്റ് ഇട്ടു. വാക്കിംഗ് സ്റ്റിക്കും കണ്ണടയും വെച്ച് ലില്ലി അപ്പൂപ്പനെ പോലെ നീണ്ടു നിവർന്ന് നടക്കുമ്പോൾ അപ്പൂപ്പൻ ഉറക്കെ ചിരിക്കും.
വീട്ടിലാണെങ്കിൽ ലില്ലിയും അപ്പൂപ്പനും സുമിത്രയെയും ലില്ലിയുടെ പട്ടിക്കുട്ടിയും മാത്രമേ ഉള്ളൂ. ലില്ലി ഇനി ബോർഡിംഗ് സ്കൂളിൽ ആണ് നിൽക്കുന്നതെങ്കിൽ അപ്പൂപ്പൻ എന്ത് ചെയ്യും? ആരുടെ കൂടെ കളിക്കും? കെറ്റീഷ ലില്ലിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളുടെ ചന്തം കെറ്റീഷയെ പിന്നെയും പിന്നെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. വെളുത്ത ഫ്രോക്കിൻ്റെ പട്ടുഞൊറികളിൽ ഒന്ന് തൊട്ടു നോക്കാൻ കെറ്റീഷയുടെ കൈകൾ നീണ്ടു. "എന്താടി പെണ്ണെ?" ലില്ലി പൊട്ടിത്തെറിച്ചു. അവൾ കെറ്റീഷയെ തുറിച്ചു നോക്കി. കെറ്റീഷ ചൂളിപ്പോയി. അവൾ കൈ പിൻവലിച്ചു. മേശയുടെ ഒരു മൂലയ്ക്കൽ നുള്ളിക്കൊണ്ട് അവൾ നിന്നു. അല്ലെങ്കിലും ഈ പണക്കാരി കുട്ടികളെല്ലാം ഇങ്ങനെ തന്നെ, കെറ്റീഷ സങ്കടത്തോടെ ഓർത്തു. കെറ്റീഷയ്ക്ക് ആരുമില്ലാത്തതുകൊണ്ട് കുട്ടികളെല്ലാവരും അവളോട് ഇങ്ങനെ പെരുമാറും. ബോർഡിംഗ് സ്കൂളിലെ ഏതൊരു കുട്ടിയാണ് കെറ്റീഷയോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളത്? ആരുമില്ല. കുട്ടികൾ അവളെ പിച്ചും മാന്തും ഇടിക്കും, കളിയാക്കും. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചിന്തു അവൻ്റെ ചെളി പിടിച്ച നഖം കൊണ്ട് മാന്തിക്കേറിയ കവിളിൽ കെറ്റീഷ തൊട്ടുനോക്കി. ചോരയൊലിക്കുന്ന മുറിവായിരുന്നു അത്. പിന്നെ ഉണങ്ങി. ഇപ്പോഴും കവിളത്ത് ആ വെളുത്ത വരകളുണ്ട്. കെറ്റീഷയ്ക്ക് എന്താണ് ആരുമില്ലാതായത്? അവൾക്കറിയില്ല. ഈ കുട്ടികളുടേതുപോലെ അച്ഛനോ അമ്മയോ അപ്പൂപ്പനോ കൊണ്ടാക്കിയതല്ല അവളെ ഇവിടെ. കെറ്റീഷയ്ക്ക് ഓർമ്മ വരുമ്പോഴേ അവൾ ഇവിടെയാണ്. അടുക്കളയിൽ പണിയെടുക്കുന്ന സൂസൻ ചേട്ടത്തി പറയുന്നത് ഇങ്ങനെയാണ്: ആരുമില്ലാത്ത കൊച്ച്. കോൺവെൻറ്റിൽ കെറ്റീഷയെ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരാൾ സൂസൻ ചേട്ടത്തിയാണെന്ന് കെറ്റീഷയ്ക്ക് തോന്നിയിട്ടുണ്ട്. വലിയ വെളുത്ത മണികളുള്ള കൊന്തയിൽ തൊട്ട് അവർ പലപ്പോഴും സത്യം ചെയ്തിട്ടുണ്ട്. കെറ്റീഷ കൊച്ചെ, കർത്താവാണ് സത്യം. നിന്നെ ഞാൻ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കും. അതിനുള്ളത് ഞാൻ സമ്പാദിക്കും. എന്നിട്ട് അവർ ആരും കാണാതെ ഒളിച്ചു വെച്ച ഒരു മുട്ടയോ കേക്കിൻ്റെ കഷ്ണമോ ഒരു ഉരുള വെണ്ണയോ അവളുടെ വായിൽ അമർത്തി വെക്കും. കെറ്റീഷയ്ക്ക് അത് അത്രയ്ക്കിഷ്ടമാണെന്ന് പറഞ്ഞുകൂടാ. ഒന്നാമത് അവൾക്കങ്ങനെ വിഴുങ്ങാനും അറിഞ്ഞുകൂടാ. എന്നാലും സൂസൻ ചേട്ടത്തി പറയും, "ഒന്ന് വേഗം വിഴുങ്ങിയേ." കെറ്റീഷയ്ക്ക് ഉറപ്പുണ്ട് സൂസൻ ചേട്ടത്തിക്ക് അവളെ ഇഷ്ടമാണെന്നും. സൂസൻ ചേട്ടത്തി തന്നെയാണ് പറഞ്ഞത് കെറ്റീഷ ഇവിടുത്തെ വേലക്കാരിയാണെന്നും കെറ്റീഷയ്ക്ക് ആരുമില്ലെന്നും. ആരുമില്ലാത്തത് എത്ര ദുഃഖകരമാണ്. സൂസൻ ചേട്ടത്തിക്ക് പോലും അപ്പനും അമ്മയുമുണ്ട്. ഇടയ്ക്കൊരു ദിവസം അലക്കിത്തേച്ച പാറ്റ ഗുളികയുടെ മണമുള്ള മുണ്ടും ചട്ടയും കസവിൻ്റെ നേർത്ത കരയുള്ള വെള്ള ഹാഫ് സാരിയും വലിയ മണികളുള്ള വെള്ളക്കൊന്തയും വെന്തിങ്ങയുമിട്ട് സൂസൻ ചേട്ടത്തി അപ്പനെ കാണാൻ പോകും. അപ്പനെ കണ്ടുവരുമ്പോൾ ഒരു വലിയ തുകൽ സഞ്ചി നിറയെ എന്തെങ്കിലും കൊണ്ടുവരികയും ചെയ്യും. കെറ്റീഷയ്ക്ക് മാത്രം എവിടെയും പോകാനില്ല. അവളെ കാണാനോ കൊണ്ടുപോകാനോ ആരും വരാറുമില്ല. നേരം വെളുത്താൽ വൈകുന്നതുവരെ കോൺവെൻറ്റിലെ ജോലികൾ ചെയ്ത് അവൾ ജീവിക്കുന്നു. കോൺവെൻറ്റിലെ വിറകുപുരയുടെ മൂലയ്ക്ക് കൊളുത്തിയിട്ടിരിക്കുന്ന ഉമിക്കരി പാട്ടയിൽ നിന്ന് ഒരു നുള്ളു ഉമിക്കരി എടുത്ത് പല്ല് തേക്കാൻ വേണ്ടി കിണറ്റുകരയിലേക്ക് ഓടുന്നതോടെ ഒരു പകലത്തെ മുഴുവനും ഓട്ടം അവൾ ആരംഭിക്കുകയായി. അവൾക്ക് മുറ്റമടിച്ച് വാരണം, കുട്ടികളുടെ മുറി വൃത്തിയാക്കണം, അവരുടെ എല്ലാം ഷൂസുകൾ പോളിഷ് ചെയ്യണം. അങ്ങനെ ഒരു 100 കൂട്ടം ജോലികൾ. നടക്കുന്ന കെറ്റീഷയെ കാണാൻ വിഷമമാണ്. കെറ്റീഷ എപ്പോഴും ഓടും. രാവിലെ 5 മണിക്ക് ഉണരുമ്പോൾ മുതൽ രാത്രി 10 മണിക്ക് കിടക്കുന്നത് വരെ. ഗേറ്റ് തുറക്കാൻ 1000 പ്രാവശ്യമെങ്കിലും താക്കോലും കിലുക്കി അവൾ ഓടണം. കാറുകൾ, ലോറികൾ, ഓട്ടോറിക്ഷകൾ, നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഗേറ്റ് തുറക്കേണ്ടത് കെറ്റീഷയാണ്. അവളുടെ കറുത്ത ഉടുപ്പിൻ്റെ പോക്കറ്റിലാണ് താക്കോലിട്ടിരിക്കുന്നത്. കാറിൻ്റെ ഹോൺ കേട്ടയുടനെ കെറ്റീഷ ഗേറ്റിലേക്ക് ഓടണം. അവളെങ്ങാനും മെല്ലെ നടന്നു വരുന്നത് കണ്ടാൽ കാറുകാർ ധൃതി വെക്കും. അവർ തുടരെ തുടരെ ഹോണടിക്കും. സിസ്റ്റർമാരിൽ ആരെങ്കിലും ഒരാൾ പറയും, "കർത്താവ് ഈശോ മിശിഹായെ, നിനക്കൊന്ന് ഓടിപ്പോയാൽ എന്താ പെണ്ണേ?" കാറുകാരുടെയും മറ്റും ചിഹ്നം വിളി പോലുള്ള ഹോൺ ശബ്ദം ഏറ്റവും ദേഷ്യം പിടിപ്പിക്കുക സിസ്റ്റർ റോസ്ട്രിയയാണ്. അതുമാത്രമല്ല, അവർക്ക് എല്ലാ ശബ്ദങ്ങളോടും ദേഷ്യമാണ്. "ഓടിക്കേ കെറ്റീഷ, എൻ്റെ ചെവിക്കല്ല് പൊട്ടുന്നതിന് മുമ്പ് നീയൊന്ന് ഓടിക്കേ." അവർ പഞ്ഞിക്കഷ്ണം ചെവിയിൽ തിരികെ കൊണ്ടാണ് നടക്കുക. പാവം കെറ്റീഷ.
ജോലി ചെയ്ത് തളരുമ്പോഴും അവൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ ചിതറിയിട്ട ഉടുപ്പുകളും ചെരുപ്പുകളും പുസ്തകങ്ങളുമെല്ലാം പെറുക്കി അടുക്കി വെച്ച് മുറി വൃത്തിയാക്കണം അവൾ. ഭംഗിയുള്ള പടങ്ങളും പുസ്തകങ്ങളും ഉടുപ്പുകളും നോക്കി കെറ്റീഷ കണ്ണിമയ്ക്കാതെ നിൽക്കും. എത്ര ഉടുപ്പുകളാണ് കുട്ടികൾക്ക്! തൊട്ടു നോക്കാൻ കൊതി തോന്നുന്ന അത്ര ഭംഗിയാർന്ന ഉടുപ്പുകൾ. കെറ്റീഷയ്ക്കാണെങ്കിൽ അയഞ്ഞു തൂങ്ങുന്ന അവളെക്കാൾ വലിയ ഒരു കറുത്ത ഉടുപ്പ് മാത്രമാണുള്ളത്. അതുമാത്രം. കുട്ടികൾ അവളെ വിളിക്കും, വവ്വാല്, വവ്വാല്. അവർ അവളെ ഉന്തി തള്ളിക്കൊണ്ട് ജാഥയായി നടക്കും. രണ്ടുപേർ അവളുടെ ഉടുപ്പിൻ്റെ കൈകൾ വിടർത്തിപ്പിടിക്കും. ചപ്ര തലമുടി വവ്വാല്, ചപ്ര തലമുടി വവ്വാല്, പൂ പൂ പൂയി വവ്വാല്, വവ്വാ വവ്വാല്. അവർ പാടും. കെറ്റീഷയുടെ കണ്ണ് നിറയും. അവൾ ആകെ നാണം കൊണ്ട് ചൂളിപ്പോകും. തൻ്റെ ഉടുപ്പാണ് അതിന് കാരണം. അയഞ്ഞു തൂങ്ങിയ കറുത്ത ഉടുപ്പ്. ശരിക്കും കൈ പൊക്കി പിടിച്ചാൽ വവ്വാല് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കുട്ടികളും ഇങ്ങനെ കളിയാക്കുന്നത്. ഒറ്റ കുട്ടിയും അവളെ സ്നേഹിക്കാത്തത്. ഇതാ ലില്ലിയും അങ്ങനെ തന്നെ. കെറ്റീഷ സങ്കടത്തോടെ ലില്ലിയെ നോക്കി. അവൾ പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. കെറ്റീഷ ഒച്ച വെക്കാതെ പതുക്കെ മുറി വിട്ടുപോയി. ലില്ലി ഇരുട്ടുന്നത് വരെയും അങ്ങനെ തന്നെ നിന്നു. അവൾ ഭക്ഷണം കഴിക്കാനോ താഴേക്ക് ഇറങ്ങിച്ചെല്ലാനോ കൂട്ടാക്കിയില്ല. സിസ്റ്റർ ഡൊറോത്തി അവളുടെ ഭക്ഷണം കെറ്റീഷയെ കൊണ്ട് മുകളിലേക്ക് കൊണ്ടുവരുവിപ്പിച്ചു. ലില്ലി അതൊന്നും കൈകൊണ്ട് തൊട്ടില്ല, തിരിഞ്ഞു നോക്കിയില്ല. രാത്രി എല്ലാ കുട്ടികളും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ലില്ലി തൻ്റെ തലയിണയിൽ മുഖം പൂഴ്ത്തി കിടന്ന് തേങ്ങിക്കരഞ്ഞു. അതുവരെ അവൾ പിടിച്ചു നിർത്തിയ കരച്ചിലെല്ലാം പുറത്തേക്ക് വന്നു. രാത്രി കുട്ടികളെ നോക്കാൻ സിസ്റ്റർ ഡൊറോത്തി ടോർച്ചുമായി വരുന്നതിൻ്റെ കാലടി ശബ്ദവും ഉടുപ്പ് ഉലയുന്ന ശബ്ദവും കേൾക്കെ അവൾ എല്ലാറ്റിനെയും കഠിനമായി വെറുത്തു. സിസ്റ്റർ താൻ കരയുകയാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി അവൾ ഉറക്കം ഭാവിച്ചു കിടന്നു. ശബ്ദം മുറിയിൽ നിന്ന് അകന്നു പോയപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. പിന്നെ എങ്ങനെയോ ലില്ലി ഉറങ്ങി. അസ്വസ്ഥവും അസുഖകരവുമായ ഒരു ഉറക്കം. ഭാഗം 3 ഇവിടെ അവസാനിക്കുകയാണ്. ഏവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.